ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ നാളെ നടക്കുന്ന നമ്മുടെ മാത്സ് എക്സാമിന്റെ ഏകദേശം 60 മാർക്കിന്റെ മേലോട്ട് ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ കിട്ടിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് ചോദ്യം വരിക, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൃത്യം 7:30 നമ്മുടെ ലൈവിലേക്ക് എത്തിക്കോളാം. സോ നമ്മൾ അധികം എന്ത് ചെയ്യുന്നില്ല, ലാഗ് അടുപ്പിക്കുന്നില്ല, വേഗം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പറയുന്നു. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏത് സമാന്തര ശ്രേണിയും ബീജഗണിതവും അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ടൈപ്പിൽ ഒരു പാറ്റേൺസ് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ചോദ്യം എങ്ങനെയാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുക കാണണം. എങ്ങനെയാ കാണുക? n into n plus 1/2 that is 30 into 31/2 that is equal to എന്ത് കിട്ടിയടാ? 465 കിട്ടി. അപ്പൊ 2 + 4 + 6 + എക്സെട്ര + 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സിന്റെ ഇരട്ട സംഖ്യയുടെ തുകയാണ്. ഓക്കെ, അപ്പൊ ഇരട്ട സംഖ്യയുടെ തുക കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതാണ്? നമ്മളെ ഇക്വേഷൻ n² + n എന്നാണ്. ഇവിടെ n എത്രയാ? 60 ആണോ? അല്ല, 60ന്റെ പകുതി എടുക്കുക. ഇരട്ട സംഖ്യ ആണെങ്കിൽ 60 ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. ഏത് സംഖ്യയാണോ അവസാനം വരുന്നത് അതിന്റെ പകുതി എടുക്കുക. അങ്ങനെയാണ് 30² + 30 എന്ന് പറയുന്ന 930 കിട്ടിയത്. ഇനി അടുത്തത് 5 + 7 + 9 + എക്സെട്ര + 63 ആണ്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഈ ഇരട്ട സംഖ്യയുടെ ഈവൺ നമ്പേഴ്സിന്റെ സീക്വൻസിനോട് എത്ര കൂട്ടിയതാണടാ? 3 വെച്ച് ഇങ്ങനെ കൂട്ടി പോകുന്നത്. അപ്പൊ 3 കൂട്ടുന്നത് 30 പ്രാവശ്യമാണ്. സോ 3 × 30 90 ആഡ് ചെയ്ത് വരും. അപ്പൊ 930ഉം 90ഉം കൂട്ടി നമുക്ക് എന്ത് കിട്ടി? 1020 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ ഇപ്പൊ 4, 9, 14 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 15 ടേമിന്റെ സമ്മ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 15ാമത്തെ ടേം ആദ്യപദം + 14d വെച്ച് കാണുക. എന്നിട്ട് നമ്മൾ SN കാണാനുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുക. n/2 × x1 + xn ആ ഫോമിലേക്ക് പോവുക. ഓക്കെ, ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേപോലെ തന്നെ 7, 12, 17 എന്ന് പറയുന്ന ആദ്യത്തെ 15 പദങ്ങളുടെ തുക തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നുള്ള ചോദ്യമുണ്ട്. ഡിഫറൻസ് കാണാനുള്ള ചോദ്യം. അപ്പൊ രണ്ടാമത്തെ എന്ത് കാണുക മക്കള്? സമ്മ് കാണുക, എന്നിട്ട് കുറച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രഡിക്ഷൻ. മൂന്നാമത്തെ 100% ഉറപ്പ്. SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. അവിടെ 7 എന്നുള്ള മാറിയിട്ട് എന്താവും? വേറെ സംഖ്യ ആവും. 7ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളും പരിഗണിക്കുക എന്നുള്ളതാണ്. സോ ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, ശ്രേണിയിലെ ആദ്യ പദവും അവസാന പദവും കണ്ടെത്തുക. ശ്രേണിയിലെ ആദ്യ പദവും എന്തും കാണുക, അവസാന പദവും കാണുക. എങ്ങനെയാ കാണുക എന്ന് പറഞ്ഞാൽ 100ന് ശേഷമുള്ള 7ന്റെ ഗുണിതം. 100ന് ശേഷമുള്ള 7ന്റെ ഗുണിതം ഏതാ? ഫസ്റ്റ് നമ്പർ 105 ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് നോക്കുക. 999ന്റെ തൊട്ട് മുമ്പില് 7ന്റെ ഗുണിതം. 7ന്റെ ഗുണിതം ഏതാ? 994. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും കിട്ടി. ഇനി ആദ്യ പദവും അവസാന പദവും കിട്ടിക്കഴിഞ്ഞാൽ പദങ്ങളുടെ എണ്ണം കാണാൻ n = നമ്മൾ എന്ത് ചെയ്താൽ മതി? xn - x1/d + 1. ഈ ഇക്വേഷൻ്റെ അത് കൊടുക്കുമ്പോൾ 994 - 105/7 + 1. നിങ്ങൾക്ക് ആൻസർ 128 കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മളെ സമ്മ് SN = n/2 × തുക കാണാൻ x1 + xn. ഇത്രയും കിട്ടിയിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ മതി. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളാം. ഇനി അടുത്ത സർക്കിൾസിന്റെ ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇങ്ങനെ 210 ഡിഗ്രി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, കണ്ടോ? എന്നിട്ട് നമ്മളോട് ചോദിച്ചപ്പോഴത്തെ ഈ ബി എന്ന് പറയുന്ന ആംഗിൾ ആണ്. ആ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കടാ? ബി എന്ന് പറയുന്ന ആംഗിൾ മക്കളെ സിമ്പിൾ ആണ്, 210ന്റെ പകുതി ആയിരിക്കും. 210ന്റെ പകുതി എത്രയാണ്? 105 ഡിഗ്രി. ഓക്കെ, സർക്കിൾ തന്ന് ഒരു കേന്ദ്ര കോണ് തന്നു കഴിഞ്ഞാൽ മറുചാപത്തിലെ കോൺ അതിന്റെ പകുതിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് സൈക്ലിക് കോർഡിനേറ്റർ ABCD ഇൻ ദ ഫിഗർ. എല്ലാത്തിന്റെ ആംഗിളും കണ്ടുപിടിച്ചിരാം. സിമ്പിൾ പരിപാടി. നോക്കിക്കോ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കളെ ഉറപ്പിച്ചോ. SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്റെ മക്കളെ നിങ്ങൾ ഉറപ്പിച്ചോ, ചോദ്യം കാണാൻ പറ്റും. അപ്പൊ 30, 50 ആണ്. 30, 50 ആണെങ്കിൽ ഇവിടെ വരിക 80 കഴിച്ച് ബാക്കി 100 ആയിരിക്കും. ഇത് 100 ആണ്, ഇവിടെ 80. 80, 35 ആണ്. ഇവിടെ എത്ര വരിക? വേഗം പറഞ്ഞേ. ഇവിടെ വരിക 65 ഡിഗ്രി അല്ലെ? 65, 35, 100, 150 കിട്ടി. ഇനി ഇതേ ആംഗിൾ ഇപ്പുറം വരിക. ഇവിടെ 65 ആണ്, ഇവിടെ 65. ഇവിടെ 35 ആണ്, 35. അപ്പൊ ഇവിടെ 80. ഇവിടെ 100 വരും, ഇവിടെ 30 വരും, ഇവിടെ 50 വരും. സിമ്പിൾ സാധനമാണ്, പഠിച്ചു വെച്ചോളാം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തെന്താ?
ഉറപ്പ് ഇതാ, ഉറപ്പ് ക്വസ്റ്റ്യൻ 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ. Draw a triangle of circumradius 3 centimeter and two of the angles are 50 and 60. 3 സെന്റിമീറ്റർ പരിവൃത്താരം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. എത്ര സെന്റിമീറ്റർ പരിവൃത്താരം? 3 സെന്റിമീറ്റർ അല്ലെ? സർക്കം റേഡിയസ് 3. ഓക്കെ, സർക്കം റേഡിയസ് 3 ആണേ. എന്നിട്ട് നിങ്ങൾക്ക് തന്ന 2 ആംഗിളുകൾ ഏതൊക്കെയാ നോക്കുക. ഒന്ന് 50 ഒന്ന് 60 ആണ്. 50ന്റെ ഇരട്ടി എടുക്കുക 100, 60ന്റെ ഇരട്ടി എടുക്കുക 120. വരയ്ക്കുക. എങ്ങനെയാ വരയ്ക്കുക നോക്കിക്കോളെ. 100 എങ്ങനെയാ വരയ്ക്കുക? 100 ഡിഗ്രി വരയ്ക്കുക. അതേപോലെ തന്നെ കേന്ദ്രകോണ് 120 ഡിഗ്രിയും വരയ്ക്കുക. എന്നിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രയാങ്കിളായി. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടാ? എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ? SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 4 മാർക്കിന് ചോദ്യം ഉണ്ടാവും. എത്ര മാർക്കിന്? 4 മാർക്കിന് ചോദ്യം. അധികവും 26ാമത്തെയോ അല്ലെങ്കിൽ 25ാമത്തെയോ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും കേട്ടോ. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഈസ് 4. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 8ഉം പൊതുവ്യത്യാസം 4ഉമാണ്. A question, write the algebraic form of the sequence. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Write the algebraic form of the sum of the sequence. തുകയുടെ ബീജഗണിത രൂപം കാണുക. അങ്ങനെ 2 സാധനം. ഓക്കെ, അപ്പൊ തന്ന സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ F തന്നിട്ടുണ്ട് 8, D തന്നിട്ടുണ്ട് 4. ഓക്കെ, Fഉം Dയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചെന്താ? ആദ്യം ചോദിച്ച xn ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ dn പ്ലസ് F മൈനസ് D കൊടുക്കുക. D 4n പ്ലസ് 8 മൈനസ് 4. ആൻസർ എന്താണ്? 4n പ്ലസ് 4. ഇനി Sn കാണാൻ നമ്മുടെ ഇക്വേഷൻ എന്താ? രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ d/2n സ്ക്വയർ പ്ലസ് F മൈനസ് d/2n കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 8/2n സ്ക്വയർ പ്ലസ് അല്ലെ, സോറി 8 അല്ലല്ലോ, d4 അല്ലേ. ഓക്കെ, 4/2n സ്ക്വയർ പ്ലസ് 8 മൈനസ് 4/2n. ആൻസർ എന്ത് കിട്ടും? 2n സ്ക്വയർ പ്ലസ് 6n എന്ന് കിട്ടും. സിമ്പിൾ ആണ്, നിർബന്ധമായിട്ട് പഠിച്ചോളുക. എവിടെ കാണാം? നാളത്തെ SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൾജിബ്രിക് ഫോം തന്നു. 2n സ്ക്വയർ പ്ലസ് 4n തന്നു. ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്താൽ മതി? n സ്ക്വയറും അല്ലെ തുകയുടെ ബീജഗണിത രൂപം 2n സ്ക്വയർ പ്ലസ് 4n തന്നിട്ടുണ്ട്. ആദ്യ പദം ചോദിച്ചു കഴിഞ്ഞാൽ n സ്ക്വയർ n ഒഴിവാക്കുക, ബാക്കി 2 പ്ലസ് 4. ആൻസർ എന്താ? 6. ഇനി പൊതുവ്യത്യാസമാണ് ചോദിക്കുന്നത്, D ആണ് ചോദിക്കുന്നത്. D എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യയുടെ ഇരട്ടി. സോ ആൻസർ 4. 2ഉം കിട്ടി. ഇനി ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുക 240 ആയാൽ പദങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. 2n സ്ക്വയർ പ്ലസ് 4n നമ്മൾ എന്ത് കൊടുക്കുന്നു? 240 കൊടുക്കുന്നു. പകുതിയാക്കിയാൽ n സ്ക്വയർ പ്ലസ് 2n ഈസ് ഈക്വൽ ടു 120. ഇനി നമ്മള് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം ഡിഗ്രി സമവാക്യത്തിന്റെ അകത്ത് വർഗത്തികവ് കൊടുക്കുക. 121 കിട്ടും. അപ്പോൾ n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 11 സ്ക്വയർ ആണ്. n പ്ലസ് 1 11 ആണെങ്കിൽ എന്നിന്റെ വില എന്താണ് മക്കളെ? എന്നിന്റെ വില എന്താണ്? 10 ആണ് കേട്ടോ. എന്നിന്റെ വില 10 ചോദിക്കൂ കേട്ടോ. ഓക്കെ, ഇനി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. 2 അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ടുള്ള അല്ല കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 ആയ സമാന്തര ശ്രേണി ഏത് എന്നാണ് ചോദ്യം. 7, 10, 13 3 അപ്പൊ അതല്ല. 7, 5, 3 അത് -2 ആണ്. 7, 9, 11 അതാണ് +2. സോ ആൻസർ ഏതാണ്? 3ാമത്താണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി എടാ നോക്കിക്കോ, SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ 4 മാർക്കിന് ഇങ്ങനെ ഒരു ചോദ്യം കാണാം. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 270. വാട്ട് ഈസ്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 270 ആണ്. ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്താണ്? 270 ആണ്. 5ാം പദം എത്ര? 4ാം പദത്തിന്റെ 6ാം പദത്തിന്റെ തുക എത്ര? ഇങ്ങനെയാ ചോദ്യം. എടാ 5ാം പദം ചോദിച്ചാൽ നമ്മൾ ഇത്ര മാത്രം ചെയ്യുക. 270 ബൈ എത്ര? 270 ബൈ 9 നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. സോ 5ാം പദം കഴിഞ്ഞ് അതിന്റെ തൊട്ട് ബാക്കിൽ വരുന്നതാണ് x4, തൊട്ട് മുമ്പിൽ വരുന്നതാണ് x6. അപ്പൊ x4ഉം x6ഉം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, 30ന്റെ ഇരട്ടി അങ്ങ് എടുത്താൽ മതി. അതായത് ഒരേ അകലത്തിൽ 2 അകലത്തിലുള്ള, അതായത് ഇപ്പൊ ഇവിടെ ഇപ്പൊ x3 പ്ലസ് x7 ചോദിച്ചെന്ന് വെച്ചോ, 3 7. അതും 5നേക്കാൾ 2 കുറവും 2 കൂടുതലാണ്. അതും എത്രയാ കിട്ടുക? 60 കിട്ടുക. അതും എത്രയാ കിട്ടുക? 60 കിട്ടുക. ഇനി അടുത്ത എന്താ? സം ഓഫ് ഫസ്റ്റ് 20th ടേം ഓഫ് n, അതായത് 1ാമത്തെ ടേമും 1ാമത്തെ പദവും 20ാമത്തെ പദവും കൂട്ടിയാൽ 80 ആണ് എന്ന് പറയുന്നത്. ചോദ്യം എന്താ? 2ാം പദവും 19ാം പദവും കൂട്ടിയാൽ എത്ര?
ഓക്കെ, രണ്ടാം പദവും 19ാം പദവും കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? രണ്ടാം പദം പ്ലസ് 19ാം പദം എത്രയാ വരിക? രണ്ടാം പദവും 19ാം പദവും കൂട്ടിയാൽ എത്രയാ വരിക? 80 തന്നെ കിട്ടും അല്ലെ? ഇനി അടുത്ത ചോദ്യത്തിൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയാണ്? ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? സിമ്പിൾ പറഞ്ഞോ. എടാ 20 പദങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ജോഡി ഉണ്ടാവും? 10 ജോഡി ഉണ്ടാകും. ഒരു ജോഡിക്ക് 80 ആണ് അല്ലെ? ഒരു പെയറിന് 80 ആണ്. അപ്പൊ 10 പെയറിന് 10 × 80, ആൻസർ 800. എവിടെ വരും? SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം വരാം. 30 20 കൂട്ടി എവിടെ എത്രയാ കിട്ടുക? അതാണ് ഈ ആംഗിൾ. ACB എന്ന് പറഞ്ഞ ആംഗിള് 50 ആണ്. ഇത് 50 ആണ്. അപ്പൊ AOB എത്രയാടാ വരിക? 50ന്റെ ഇരട്ടിയാണ് സാർ, 100 ആണ്. ADB എത്രയാടാ വരിക? ADB 130 ആയിരിക്കും. കാരണം 130 50 കൂട്ടിയാൽ 180. ഉറപ്പാ എഴുതി വെച്ച 101%. SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി അടുത്ത് എന്താ? ഇവിടെ 60 70 അങ്ങനെ തന്നെയുള്ള ചിത്രം കേട്ടോ. വേറൊരു ചിത്രം പഠിച്ചോളൂ. 60 ആണ് ഇവിടെ വരിക. 60ന്റെ പകുതി 30. അപ്പൊ ഈ ABC 30. 70 ആണ് ഇവിടെ വരിക 35. BAC 35. സോ ഈ ആംഗിൾ വരിക 115 ഡിഗ്രി. കാരണം 3 കൂടി കൂട്ടി എത്ര കിട്ടണം? 150 കിട്ടണം. ചോദിക്കും. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റിന്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ത്? ഇവിടെ തന്നിരിക്കുന്ന ആ ചതുർഭുജം അല്ലെ, ആ കോർഡിലേറ്റർ എന്താണ് എന്ന് തെളിയിക്കണടാ? ചക്രീയമാണ് എന്ന് തെളിയിക്കണം. സൈക്ലിക് ആണ് എന്ന് തെളിയിക്കണം. നമ്മളൊന്നുമില്ല, നമ്മൾ ആദ്യം ഇങ്ങനെ 2 വരവിട്ട് കൊടുക്കുക. 2 വരവിട്ട് കൊടുക്കാൻ പേരും കൊടുക്കുക. PQ, ഇത് RS. ഇപ്പൊ നമുക്ക് 3 സൈക്ലിക് കോർഡിലേറ്റർ കിട്ടി, ചക്രീയ ചതുർഭുജം കിട്ടി. അത് ഞാൻ X ആക്കി എടുത്തു. അപ്പൊ ഇത് 180 - X. അപ്പൊ ഇത് X. ഇതെന്താ? 180 - X. ഇതെന്താ? X. ഇത് 180 - X. അപ്പോൾ ആംഗിൾ D എന്ന് പറയുന്നത് എക്സും കിട്ടി, ആംഗിൾ B എന്ന് പറയുന്നത് 180 - X കിട്ടി. സോ രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ എതിർകോണുകളുടെ തുക 150 ആയതുകൊണ്ട് അതെന്താണ്? ചക്രീയ ചതുർഭുജമാണ്. എവിടെ ചോദിക്കും? SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കും. എത്ര മാർക്കടാ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ എഴുതിയെടുക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 2n + 3 ആണ്. 2n + 3 ആണ്. ഫസ്റ്റ് ടേം ചോദിച്ചു. ഫസ്റ്റ് ടേം എന്നിന്റെ കൂടെയുള്ള സംഖ്യ 2. അതാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം അല്ല, കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണാൻ പറയുന്നില്ലേ? ഓക്കെ, കോമൺ ഡിഫറൻസ് ആണ് ആര്? 2. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 + 3 5. ഇനി കാണാൻ ചോദിക്കുന്ന SN ആണ്. SN നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചോളാം. D/2n² + F - D/2n. D എത്രയാ? 2. 2/2 n² പ്ലസ് F എന്ന് പറഞ്ഞാൽ എത്രയാടാ? F എന്ന് പറഞ്ഞാൽ എത്രയാ? 5. 5 - 2/2 n. That is equal to n² + 4n. ഓക്കെ, SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത നമ്മുടെ സാധ്യതയുടെ അകത്ത് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. One is asked to a 2-digit number. What is the probability that it is a prime? പ്രൈം ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? പ്രൈം നമ്പേഴ്സ് ആകെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 2 അക്ക സംഖ്യയല്ലേ പറയാൻ പറയുന്നത്. ആകെ 2 അക്ക സംഖ്യകൾ 90 എണ്ണമാണ്. ആ 90 എണ്ണത്തില് 9 എണ്ണം 21 എണ്ണം പ്രൈമാ. അപ്പൊ 21/90. A ക്വസ്റ്റ്യൻ ആൻസർ. B ക്വസ്റ്റ്യൻ 6 പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർസ്. അപ്പൊ 6/90. C ക്വസ്റ്റ്യൻ എത്ര എണ്ണം എന്തുണ്ട്? സെയിം ഡിജിറ്റ് വരുന്നുണ്ട്. 9 എണ്ണം. ഏതൊക്കെയാ 9 എണ്ണം ഓർമ്മയുണ്ടോ? 11 22 33 44 അങ്ങനെ പോകുന്ന 9 എണ്ണം. എവിടെ വരും? SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ് ബൈ 2 സെന്റിമീറ്റർ. അപ്പൊ സൈഡ് എക്സ് ആണ്, അതിനോട് 2 കൂട്ടി ഇൻക്രീസ് ചെയ്തപ്പോ ഒരു സമചതുരത്തിന്റെ വശങ്ങൾ 2 സെന്റിമീറ്റർ കൂട്ടിയപ്പോ പരപ്പളവ് എത്രയായി? 49 ആയി. ഏത് ചാപ്റ്റർ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ x + 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 ആണ്. അങ്ങനെയാണെങ്കിൽ x + 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 എന്ന് പറഞ്ഞാൽ എന്താ? 49 എന്ന് പറഞ്ഞാൽ 7² ആണ്. അപ്പൊ x + 2 7 ആണ്. എക്സിന്റെ വില 5 ആണ് അല്ലെ? x = 7 - 2 അല്ലേ വരിക? ചോദിക്കും. സെക്കൻഡ് ഡിഗ്രി എടുത്തവരൊക്കെ എഴുതണേ. വിച്ച് ഈസ് ഓൾവേസ് എ സൈക്ലിക് കോർഡിലേറ്റർ. താഴെ തന്നതിന്റെ അകത്ത് എപ്പോഴും സൈക്ലിക് ആയിട്ടുള്ളത് ആരാ? സ്ക്വയർ ആണ് കേട്ടോ മക്കളെ. ആൻസർ സ്ക്വയർ ആണ്. അപ്പൊ ഒരു ചോദ്യം വരും, സാർ ട്രപ്പീസിയം ലംബകം വരുമെന്ന്. എന്ത് ലംബകമായിരുന്നു? സമപാർശ്വ ലംബകം മാത്രമേ ചക്രീയമായിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 3n + 2 ഇതിന്റെ ആദ്യ പദവും കാണണം, പൊതുവ്യത്യാസവും കാണണം. വേഗം പറഞ്ഞേ.
ആദ്യ പദം 3 2 കൂട്ടിയാൽ 5, പൊതുവ്യത്യാസം 3. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മൾ 60+ മാർക്കിന്റെ പ്രഡിക്ഷൻസ്. ഇത്ര എന്തായാലും വരും. മക്കൾ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ഇതിന്റെ കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 7:30 നമ്മുടെ ലൈവ് ഉണ്ട്. ആ ലൈവിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ പറയും. ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ കൃത്യം 7:30 അനുമോദ് സാർ ഉണ്ടാവും. നമുക്ക് നാളത്തെ പരീക്ഷ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകണം, കൃത്യമായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. നമ്മൾ ഇന്ന് 26 ക്വസ്റ്റ്യനും പ്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ കൃത്യം 7:30 കേട്ടോ.